ഉറങ്ങി എണീറ്റ പോലെ ആ ബെഡ് കിടക്കണുണ്ടാൽ എനിക്ക് വീണ്ടും കിടക്കാൻ പൂതിയാവും കേട്ടോ. അപ്പം ഞാൻ എന്താട്ടും നീറ്റോടെ തന്നെ ബെഡൊന്ന് ക്ലിയർ ആക്കിയിടും. എന്നാൽ പിന്നെ എന്തോ എനിക്ക് മടിയൊക്കെ ഒന്ന് കുറയണ പോലെ തോന്നലുണ്ട്. അപ്പം ഞാനിപ്പോൾ ആദ്യം അതാട്ടോ ചെയ്യൽ. രാവിലേക്ക് ഞാൻ റവ ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ കടുക് തീർന്നീനു എന്നുള്ളത്. പിന്നെ കടുക് ഇല്ലാതെ ഉണ്ടാക്കിയാൽ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. ഞാൻ വേഗം ചിക്കൻ കറി ഉണ്ടാക്കി ഷാനുവിനോട് വരുമ്പോൾ പൊറാട്ടയും കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു രാവിലെ. എൻ്റെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കിനു കേട്ടോ. ഷാൻ അങ്ങനെ ഡ്യൂട്ടിക്കും പോയി. ഞാനങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ ഒരു മണിൻ്റെ മുന്നേറ്റ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ പരിപാടിക്ക് നിൽക്കുന്നുണ്ടോ. പിറ്റേ ദിവസത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനുള്ള പച്ചക്കറി കട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി ആദ്യം തന്നെ ഞാൻ അത് സെറ്റാക്കി വെക്കും. എന്നാൽ പിറ്റേ ദിവസം നല്ലൊരു മടിയൊന്നും കൂടാതെ പെട്ടെന്ന് പണിയൊക്കെ തീരണ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഈ പത്തിരി ഉണ്ടാക്കുന്നത് എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല കേട്ടോ. ഒന്നുകിൽ ഞാൻ പൊടി വാട്ടുമ്പോൾ ഇതിൻ്റെ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയിരിക്കണേ. പത്തിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ 2 ദിവസത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നോക്കണ്ട കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഇതാണ് കേട്ടോ. കാരണം എനിക്ക് എല്ലാതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേനും എന്നാൽ അങ്ങനെ ഇങ്ങോട്ട് ഒപ്പിച്ച് പോകും എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. നാളെ എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെൻഷനാണ്. എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഷാനു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്കുള്ളത്. എൻ്റെ പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഞാൻ ട്രെൻഡുകളിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു ഡ്രസ്സ് വന്നേക്കണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. ഞാൻ എന്താ പറയുക ഫസ്റ്റ് ആയിട്ടാട്ടോ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങുന്നത്. ട്രെൻഡുകളിൽ നിന്നല്ല, ഞാൻ നാട്ടിൽ നിന്നായാലും ഒരു ഓൺലൈൻ ഷോപ്പിങ്ങും അങ്ങനെ ചെയ്തിട്ടില്ല. ഡ്രസ്സായിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലതാവോ എന്നില്ല ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാഷാഅല്ലാഹ് കൈ കിട്ടിയപ്പോൾ നല്ലതായിരുന്നു. ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി നിന്നപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. കാരണം എനിക്കത് ഓപ്പൺ ചെയ്യാനിങ്ങനെ ഇതായി നിൽക്കുന്നു. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പോയി വിചാരിച്ചു. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകാൻ ടൈം ആയിക്കണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതേനു. വേറെ നമ്മൾ ബലദക്കാണ് പോണത്. ഒരു 2-3 വാച്ച് നോക്കാണ്ടേനു. അപ്പോൾ അത് നോക്കി നമ്മൾ വാച്ചൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അതിൽക്കൂടെ ഇങ്ങനെ ബലദിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. രാത്രി കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. ഗോൾഡ് സൂക്കായാലും ഗോൾഡിൻ്റെ സൂക്കായാൽ തന്നെ എവിടെ നോക്കിയാലും ഗോൾഡ് തിളങ്ങണതാണ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ രാത്രി നടക്കാതെ കൂടെ ഒരു വേറെ രസം തന്നെയാണ്. ഇവിടുന്ന് ഒന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് വാങ്ങിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ നോക്കിയും കണ്ടും ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വരാം. കാരണം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിരിക്കണ്. കാരണം ഞാനിങ്ങനെ ഷോപ്പിംഗ് അങ്ങനെ ഇങ്ങോട്ട് പോകലില്ല. ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് എന്തെങ്കിലും കാണുമ്പോൾ വല്ല മാളിലൊക്കെ കയറുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങി വെക്കലാണ് ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലിസ്റ്റിലില്ല എല്ലാതും ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് അയക്കണേ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് എന്നാലും കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഷോപ്പിങ്ങുകളും ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.